ഓരോ പള്ളിയുടെ ഐഡന്റിറ്റിയാണ് അവിടുത്തെ അൾത്താര ചിത്രം എന്ന് പറയുന്നത്. നമ്മളെ പല തരത്തിലുള്ള പെയിന്റിങ്ങുകളുണ്ട്. നമ്മൾ ഇപ്പൊ ഈ കാണുന്ന ഹോസ്റ്റലിലെ പള്ളിയുടെ അകത്തുള്ള ആൾത്താരെ വരച്ച ഒരു പെയിന്റിംഗ് ഉണ്ട്. അത് നമ്മുടെ ഒരു മലയാളി ടീച്ചറും ഇൻഫോസിസ് എന്ന് പറഞ്ഞ IT കമ്പനിയില് ഗ്രാഫിക് ഡിസൈനറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കലാകാരി പ്രീതി വിനോദ് ചെല്ലപ്പൻ. ഓസ്ട്രേലിയയിൽ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ്. നേരത്തെ ബ്രിസ്ബെയിനിൽ ഞാനൊരു അൾത്താര പെയിന്റിംഗ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. മെൽബണിൽ ഇത് എന്റെ ആദ്യത്തെ പെയിന്റിംഗ് ആണ്. നാട്ടിൽ ഞാൻ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത് ഫാമിലി ആയിട്ട്. ഓരോ പള്ളിയുടെ ഐഡന്റിറ്റിയാണ് അവിടുത്തെ അൾത്താര ചിത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ റെപ്പറ്റീഷൻ വരരുതെന്ന് തന്നെ ഞാൻ മനസ്സിൽ കരുതിയിരുന്നു. ഇപ്പം ഞാൻ ബൈബിളൊക്കെ കുറച്ചുകൂടെ കാര്യമായിട്ട് വായിച്ച് ഞാൻ കുറെ കൂടുതൽ വായിക്കാൻ റിസർച്ച് ഇങ്ങനെ ശ്രമിച്ചു. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കതൊരു മനസ്സിൽ തെളിയും എന്താണ് വരയ്ക്കേണ്ടതെന്ന്, എന്ത് വരച്ചാലായിരിക്കും നമ്മൾക്കത് കണക്റ്റ് ആകുന്നതെന്നും നമ്മൾ അവിടെ നിൽക്കുന്ന ഓരോരുത്തരിലേക്ക് എത്താനായിട്ട്, നേരിട്ട് സ്പർശിക്കാനായിട്ട് വേണ്ടുന്ന ഒരു ചിത്രം നമ്മുടെ മനസ്സിലപ്പോൾ തെളിയും. നമ്മൾ ഈ പെയിന്റിങ്ങിലൂടെ ജീസസിന്റെ ഏറ്റവും ഡിവൈൻ മൊമെന്റ് ആണ് റിസറക്ഷൻ എന്ന് പറയുന്നത്. റിസറക്ഷൻ ഓഫ് ജീസസിന്റെ ആ ഡിവൈൻ മൊമെന്റ് ആണ് നമ്മൾ ഈ പെയിന്റിങ്ങിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. വാളിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അക്രിലിക് പെയിന്റ്, ആർട്ടിസ്റ്റ് ഗ്രേഡിലുള്ള, പ്രൊഫഷണൽ ഗ്രേഡിലുള്ള അക്രിലിക് പെയിന്റ് ആണ് അതിന് ഉപയോഗിക്കുന്നത്. ഈ ജോലി തിരക്കിന്റെ ഇടയില് 2012 ബാംഗ്ലൂരിലെ ഒരു റെസ്റ്റോറന്റില് ചാർക്കോൾ കരി ഉപയോഗിച്ച് ഒരു പെയിന്റിങ്ങിന്റെ അവസരം ലഭിച്ചു. അന്ന് ആ ഒരു പെയിന്റിങ്ങിൽ നിന്നാട്ടോ പ്രീതി ഇത്രയും എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചത്. പിന്നെ അങ്ങോട്ടില്ലേ അറിയപ്പെടുന്ന ഒരു കലാകാരിയായിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടോ. നമ്മുടെ നാട്ടിലും എറണാകുളത്ത് ചക്കരപ്പറമ്പിൽ ഒരു പള്ളിയിലെ ആൾക്കാരെയും ഇതേപോലെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. 3 മാസത്തെ ഒരു ടെമ്പററി വർക്ക് വിസയിൽ വന്ന് ആ സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കേണ്ട വർക്ക് ആയതുകൊണ്ട് തന്നെ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിന് ഒരു കുറച്ചേറെ ഹോംവർക്കിന്റെ ആവശ്യമുണ്ട്. ഈ സൈസിൽ വരച്ചെടുക്കേണ്ടതായിട്ടുള്ള അതിൻ്റെതായിട്ടുള്ള ചില ചലഞ്ചുകളുണ്ട്. നമ്മൾ അത്ര വലിയൊരു ഭിത്തിയിൽ ചേർന്ന് നിന്ന് വരയ്ക്കുമ്പോൾ നമുക്ക് ആ പെയിന്റിങ് മുഴുവനായിട്ട് നമ്മൾ വരച്ചോണ്ടിരിക്കുന്ന ആളിനെ കാണാൻ കഴിയില്ല. അപ്പൊ അതിന് ഓരോ ദിവസവും ഭയങ്കര വിലപ്പെട്ടതാണ്. വളരെ കുറച്ച് ദിവസം കൊണ്ട് ഒരു 2-2.5 മാസമേ വരയ്ക്കാൻ കിട്ടത്തുള്ളൂ. ആ സമയത്തിനുള്ളിൽ വരച്ചു തീരും. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ചിത്രരചനയൊന്നും ശാസ്ത്രീയമായി പഠിക്കാത്ത പ്രീതിക്ക് വഴികാട്ടിയായത് സ്വന്തം അച്ഛൻ തന്നെ കേട്ടോ. അച്ഛനും ഒരു കലാകാരൻ തന്നെയായിരുന്നു. താങ്ക് യു സോ മച്ച്.